ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടില് ഒരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അനുപേ, ഇവള് പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങനെ ഒരു ദോഷം അച്ഛൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനുണ്ടെങ്കിൽ അതിനെ പരിഹാര കർമ്മം ചെയ്യുക തന്നെ വേണം. ഞാൻ ജീവിതത്തിൽ ചില പുതിയ പാഠങ്ങൾ പഠിച്ചു. നമ്മൾ എത്ര ഉയരത്തിലിരുന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പെട്ടെന്ന് തകിടം മറിയാം. അപ്രതീക്ഷിതമായ ഏത് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കാം. വിധിക്ക് മുമ്പിൽ രാജാവുമില്ല, പ്രജയുമില്ല, പണത്തിന്റെ പ്രൗഢിയുമില്ല. ജയിലിലെ ഇന്നലത്തെ ഒരു രാത്രി എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു. ഇപ്പൊ എന്റെ മനസ്സ് ശാന്തമാ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമുണ്ട്. എന്റെ കൂടെ ഇന്നലെ രാത്രി ജയിലിൽ കിടന്നത് ആരൊക്കെയാണെന്ന് മോൾക്കറിയാമോ? ഒരു മോഷ്ടാവ്, 2 കൊലക്കേസിലെ പ്രതികൾ. അതിലൊരാൾ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളാ. ഇപ്പോ അവരൊക്കെ അച്ഛന്റെ കൂട്ടുകാര്. ഇന്നത്തെ ഒരു ദിവസം കൂടി അച്ഛൻ ഇതിനകത്ത് കിടന്നാ മതി. നാളെ അച്ഛൻ ഉറപ്പായിട്ടും ജാമ്യം കിട്ടും. ഹൈക്കോടതി നാളെ ബെയിൽ ആപ്ലിക്കേഷന്റെ വിധി പറയും. ഉറപ്പായിട്ടും ജാമ്യം കിട്ടുന്ന പോറ്റി സാർ പറഞ്ഞത്. എനിക്ക് വേണ്ടി മോൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഇതിനൊക്കെ പകരമായിട്ട് മോൾക്ക് എന്തു തന്നാലും അത് മതിയാവില്ല. എനിക്കൊന്നും വേണ്ട അച്ഛാ, അച്ഛന്റെ സ്നേഹം മാത്രം മതി. അച്ഛൻ ചിലതൊക്കെ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട്. അച്ഛാ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മോളെ? ഞാൻ ഇന്ന് നമ്മുടെ ജോത്സ്യനെ വിളിച്ചിരുന്നു. ഇതുവരെ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമായിട്ട് തന്നെ സംഭവിച്ചു. ഇന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. അത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഇത് കേട്ടപ്പോ എന്റെ കൈയും കാലും വിറച്ചുപോയി. എന്താ ജോത്സ്യം പറഞ്ഞത്? നമ്മുടെ വീട്ടിലെ അപകടങ്ങൾ തീർന്നിട്ടില്ല. നെല്ലിശ്ശേരിയില് ഒരു മരണം കൂടി ഉടൻ സംഭവിക്കുന്ന ജോത്സ്യം പറഞ്ഞത്. അച്ഛാ, അതെന്റെ നന്ദേട്ടന്റെ കാര്യമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അർച്ചനയുടെ കുഞ്ഞ് ആ വീട്ടിൽ ജനിക്കുന്നോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അത് അച്ഛന്റെ പേരക്കുട്ടിയാ. പക്ഷേ ദോഷമുള്ള ഒരു കുട്ടിയായത് വളരാൻ പാടില്ല. അത് ആ കുട്ടിയോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമായിരിക്കും. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഈ ദോഷങ്ങൾക്ക് എല്ലാം ഒരു പരിഹാരം ചെയ്യണം. മോള് വിഷമിക്കണ്ട. അച്ഛൻ പുറത്തു വന്നാൽ ഉടനെ ആ ജോത്സ്യനെ വിളിച്ചു വരുത്തി വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യിക്കാം. അർച്ചനയ്ക്ക് സച്ചിക്കുന്നോട് വെറുപ്പായിരിക്കും. ഞാനീ പറയുന്നൊന്നും അവർ വിശ്വസിക്കേയില്ല. അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്നാലേ നമ്മുടെ വീടിന്റെ ദോഷങ്ങളെല്ലാം മാറ്റാൻ പറ്റൂ. നിന്റെ നല്ല മനസ്സ് എപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കും. എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് ചെയ്യാം. മോള് ധൈര്യമായിട്ടിരിക്കെ. സമയം കഴിഞ്ഞു. എന്നാ പിന്നെ അച്ഛൻ പോട്ടെ മോളെ. അച്ഛാ, അപ്പോ അതിനൊരു തീരുമാനമായി. പാവം കിളവൻ ഞാൻ പറഞ്ഞെല്ലാം വിശ്വസിച്ചു പോവാ. യഥാർത്ഥത്തിൽ ജാമ്യം കിട്ടിയത് അർച്ചനയെ സച്ചിയും വിചാരിച്ചിട്ടാന്ന് ഇനി ആര് പറഞ്ഞാലും ഇയാൾ ഈ ജന്മത്തെ വിശ്വസിക്കില്ല. ഇനി ആ ജോത്സ്യൻ നെല്ലിശ്ശേരിയിൽ വന്ന് എന്തു പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. അർച്ചനയുടെയും സച്ചിയുടെയും ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ഭാവിയും ഇനി എന്റെ ഈ നാവിൻ തുമ്പില. അവരുടെ ജീവിതം ഈ അവന്തിക മാറ്റി എഴുതും. മതി.
ഉടനെ തന്നെ നെല്ലശ്ശേരിയിലേക്ക് ഒന്നുകൂടി പോയേണ്ടി വരും. എന്തിന്? അർച്ചനയുടെ കുഞ്ഞിന്റെ ദോഷം മാറാൻ വേണ്ടി പരിഹാര കർമ്മങ്ങൾ അവിടെ നടക്കാൻ പോവാ. എന്ത് പരിഹാര കർമ്മങ്ങൾ? എന്നോട് ആര് പറഞ്ഞു? അങ്ങനെ പരിഹാരകർമ്മം നടത്താൻ ആരാ തീരുമാനിച്ച്? സച്ചിയച്ചോ സമ്മതിച്ചോ? അതൊന്നും എനിക്കറിയില്ല. അവന്തിക അങ്കിളിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു. അന്നേരം അങ്കിൾ അവന്തികയോട് പറഞ്ഞതാ ഈ കാര്യം. ഇവിടെ എന്തേലും പരിഹാര കർമ്മങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ കൊലക്കുറ്റം തലയിൽ കയറിയ പോലെ ഇനി എന്തെങ്കിലുമൊക്കെ വരും. എനിക്കൊരു പെൺകൊച്ചുണ്ട്. ആരെയെന്ന് വെച്ചാ പോയി കണ്ട് വേണ്ട പരിഹാര കർമ്മങ്ങൾ ഇവിടെയും ചെയ്യണം. വേണ്ട, ആവശ്യമില്ലാത്തൊന്നും ഇവിടെ സംസാരിക്കണ്ട. ഇവിടെ ഒരു പരിഹാര കർമ്മങ്ങളും ചെയ്യാൻ പോകുന്നില്ല. അച്ഛൻ്റെ കുഞ്ഞിന്റെ ജന്മം കൊണ്ട് ഇവിടെ ആർക്കും ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞു വരുത്തുന്നത് ആരുടെയെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അനുപേട്ടൻ പിന്നെ ജയിലിൽ പോയത് എന്തിനാ? നെല്ലിശ്ശേരിയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാ? ഇപ്പോ പ്ലൈവുഡ് ഫാക്ടറിക്ക് തീ പിടിച്ച് അതിന്റെ പേരിലല്ലേ സേതു അങ്കിൾ ജയിലിൽ പോയത്? അപ്പൊ പിന്നെ ഇതെല്ലാം സത്യമാണെന്ന് അങ്കിള് വിശ്വസിച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്കിള് മാത്രല്ല, എല്ലാവരും അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. അവിടെ നടന്നതുപോലെ ഇവിടെയും ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാനാ ഇവിടെയും പരിഹാര കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞത്. അതിന് എന്നെ കൊല്ലാൻ വന്നിട്ട് ഒരു കാര്യമില്ല. ദൈവത്തെ വിശ്വസിക്കണം, അല്ലാതെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളായിട്ട് നടക്കരുത്. ഇത് അന്ധവിശ്വാസമൊന്നും അല്ല, സത്യം തന്നെയാ. ഈ വീട്ടില് ഒരു ജ്യോത്സ്യനെയും വിളിച്ചു വരുത്തി പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അനുപേ, ഇവള് പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങനെ ഒരു ദോഷം അച്ഛൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനുണ്ടെങ്കിൽ അതിനെ പരിഹാരകർമ്മം ചെയ്യുക തന്നെ വേണം. അത് മാത്രമല്ല, വേറൊരു ജ്യോത്സ്യനോട് കണ്ട ആദ്യത്തെ ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുകൊണ്ട് ചെയ്യാമല്ലോ. ചിലപ്പോ അങ്ങനെ ഒരു ദോഷം ഇല്ല എന്നാണ് ഈ ജ്യോത്സ്യൻ പറയുന്നെങ്കിലോ. നമുക്ക് വേറൊരു നല്ല ജ്യോത്സ്യനോട് കാണാം. എന്താ? എടാ, അനുവേ, ഇപ്പൊ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായോ? നീ പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ടല്ല, എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ദോഷം ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ.